ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഹോസ്പിറ്റലിലെ നഴ്സിൽ നിന്നും ശ്രുതിയെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ ദേവു മനസ്സിലാക്കുവാണ്. ദേവു അതേപടി രേവതിയോട് വന്ന് പറയുന്നുണ്ട്. രേവതിക്ക് അതൊന്നും വിശ്വസിക്കാനേ പറ്റുന്നില്ല. രേവതിയുടെ മൈൻഡ് തന്നെ മാറിപ്പോയിരിക്കുവാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ തളർന്നിരിക്കുമ്പോഴേക്കും ദേവു പറയുന്നുണ്ട്, അവർ കണ്ടാലേ അറിയാം അവരൊരു ഫ്രോഡാണെന്ന്. നിങ്ങളുടെ വീട്ടുകാരെ അവർ ഇത്രയും നാളും പറ്റിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ചേച്ചി. ഇതിപ്പോൾ തന്നെ വീട്ടിൽ പോയി പറയണമെന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട്, ദേവു നീ ആരോടും ഇത് പറയരുത്. ഈ കാര്യം അറിഞ്ഞ ഭാവം നമുക്ക് നടിക്കേ വേണ്ട. നീ വീട്ടിൽ അമ്മയോട് പോലും ഇത് പറയരുതെന്ന് പറയുവാണ്. അപ്പോൾ ദേവ് പറയുന്നുണ്ട്, ചേച്ചി എന്താ ഇങ്ങനെ, നമുക്കിത് പറയണ്ടേ അറിഞ്ഞ സത്യങ്ങളെന്നൊക്കെ പറയുമ്പോഴേക്കും രേവതി പറയും, വേണ്ട, ഇത് വേറെ കൂടുതൽ പ്രശ്നങ്ങളുണ്ടാകും. നമുക്ക് പിന്നെ സമയമാകുമ്പോൾ ഇതൊക്കെ പറഞ്ഞോളാം ദേവു, ഇപ്പോൾ ആ തൽക്കാലത്തേക്ക് ആരും അറിയണ്ട എന്നൊക്കെ പറഞ്ഞ് ദേവുവിനോട് പൊക്കോളാൻ പറയുവാണ്. രേവതിയുടെ നിരന്തരമായ അഭ്യർത്ഥന പ്രകാരം ദേവു ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ജോലി ചെയ്യാൻ വേണ്ടി പോവാണ്. രേവതിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല. വേറെ ഏതോ ലോകത്താണ് രേവതി. വണ്ടി എടുത്ത് റോട്ടിൽ കൂടി എവിടേക്കോ എന്തൊക്കെയോ ആലോചിച്ചിങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടും പോവാണ്. ശ്രുതിയെ പറ്റിയുള്ള ആലോചനകളാണ് തല മുഴുവൻ രേവതിയുടെ. അവസാനം റോട്ടിൽ കൂടി വണ്ടി വന്ന് നോട്ടമൊന്നുമില്ല. ലാസ്റ്റ് ഒരു ഓട്ടോയുടെ മുമ്പിൽ പോയി ചാടുവാണ് രേവതി. അപ്പോൾ ഓട്ടോക്കാരൻ വണ്ടി നിർത്തി രേവതിയെ ചീത്ത പറയുന്നുണ്ട്, എന്താടോ ഇത്, റോട്ടിൽ നോക്കി വണ്ടി ഓടിച്ചൂടെ? നിങ്ങൾ വന്ന് ഞങ്ങളെ ഇടിച്ചാലും ആളുകളൊക്കെ ഓട്ടോക്കാരെ കുറ്റം പറയത്തുള്ളൂ. മര്യാദക്ക് നോക്കി വണ്ടി ഓടിക്കുന്നൊക്കെ പറയുമ്പോഴേക്കും രേവതി, സോറി ചേട്ടാ, എൻ്റെ തെറ്റാ, സോറി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നും വണ്ടി എടുത്തുകൊണ്ടും പോവാണ്. വീണ്ടും അതുപോലെ തന്നെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു നോട്ടമില്ലാതെ. ലാസ്റ്റ് എങ്ങനെയൊക്കെയോ ചന്ദ്രോദയം എത്തുന്നുണ്ട്. അവിടെയാണെങ്കിൽ സച്ചി ഏതോ ഒരു ഫോണിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ആരോടോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫോണിൽ കൂടി സച്ചി ആദ്യത്തെ പ്രസവമാണോ രണ്ടാമത്തെ പ്രസവമാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി ഞെട്ടുന്നുണ്ട്. രണ്ടാമത്തെ പ്രസവോ? അപ്പോൾ സച്ചി പറയുന്നുണ്ട്, രേവതി ഫോണില്ല രേവതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ആദ്യത്തെ പ്രസവമാണെങ്കിൽ എൻ്റെ ഓട്ടം ഫ്രീയാണ്, പക്ഷേ രണ്ടാമത്തെ പ്രസവമാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ടിപ്പ് തരേണ്ടി വരും കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. അതുമാത്രമല്ല, എത്രയും പെട്ടെന്ന് താൻ അവിടെ എത്തിക്കോളാം, നിങ്ങളൊന്നും പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ഫോൺ കട്ട് ചെയ്യുവാണ്. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, എന്താ സച്ചി ഏട്ടാ, എന്താ പ്രസവത്തിൻ്റെ കാര്യമൊക്കെ പറയുന്നത്, രണ്ടാമത്തെ പ്രസവമാണോ എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, രണ്ടാമത്തെ പ്രസവ, എത്രയും പെട്ടെന്ന് എന്നോട് അവിടെ എത്താൻ വേണ്ടി പറഞ്ഞിരിക്കുക. ആൾക്ക് എന്തോ പ്രസവ വേദനയൊക്കെ തുടങ്ങി, അപ്പോൾ എനിക്ക് എളുപ്പം പോകണം രേവതി എന്നൊക്കെ പറഞ്ഞ് സച്ചി കാർ എടുക്കാൻ പോകുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, രണ്ടാമത്തെ പ്രസവം എന്ന് പറയുമ്പോഴേക്കും ആദ്യത്തെ കുഞ്ഞുണ്ടായി കാണില്ലേ? അപ്പോഴേക്കും സച്ചി പറയും, നീ എന്താ രേവതി ചോദിക്കുന്നത്? ആദ്യത്തെ പ്രസവം കഴിയാതെ എങ്ങനെയാണ് രണ്ടാമത്തെ കുഞ്ഞുണ്ടാവുന്നത്? നിൻ്റെ ഒരു സംശയങ്ങൾ, നിന്നോട് സംസാരിച്ച് നിന്നാൽ ആ ചേച്ചിക്ക് അവിടെ പ്രസവ വേദന കൂടി വരും. ഞാൻ എത്രയും പെട്ടെന്ന് പോയി അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സച്ചി കാർ എടുത്തുകൊണ്ടും പോവുകയാണ്. രേവതി വീണ്ടും അതേപ്പറ്റി തന്നെ ആലോചിച്ച് ഇങ്ങനെ വീടിൻ്റെ അകത്തോട്ട് കയറുവാണ്. അപ്പോഴേക്കും ചന്ദ്ര ഇങ്ങനെ നോക്കുന്നുണ്ട്, ഇവളെന്താ ഇങ്ങനെ ഉറക്കത്തിൽ എഴുന്നേറ്റ പോലെ നടന്നുകൊണ്ടും വരുന്നത്? രേവതി എന്ന് പറയുമ്പോഴേക്കും രേവതി പെട്ടെന്ന് നെട്ടിട്ട്, അമ്മ ഇതെപ്പോൾ വന്നു എന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, ഞാൻ എപ്പോൾ വന്നു? ഞാൻ അതിനെവിടെ പോവാനാ? നീയല്ലേ നാട് മൊത്തം കറങ്ങി നടക്കുന്നവള്. വെയിലത്തൊക്കെ പോയി വന്നപ്പോഴേക്കും നിന്റെ ഉള്ള ബുദ്ധിയും കൂടി പോയോ എന്നൊക്കെ ചന്ദ്ര ചൂടാവുന്നുണ്ട്. അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ഇല്ലമ്മേ, ഞാൻ പൂ കൊടുക്കാൻ വേണ്ടി പോയതാന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും, അങ്ങനെ 2 പൂവെടുത്ത് എൻ്റെ ചെവിയിലും വെച്ചതാ, നിനക്കെന്താടി വട്ടായോടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് രേവതിനോട്. അടുക്കളയിൽ ആ പാത്രങ്ങളൊക്കെ അങ്ങനെ കിടക്കുക, കഴിക്കാനൊന്നും ഉണ്ടാക്കിയിട്ട് പോലുമില്ല, വേഗം പോയി എളുപ്പം പണി ചെയ്യുന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര രേവതിയെ പറഞ്ഞു വിടുവാണേ. എളുപ്പം പോയി എനിക്കൊരു ചായ എടുത്തുകൊണ്ട് വാ എന്ന് പറയുന്നുണ്ട് ചന്ദ്ര. അപ്പോഴേക്കും രേവതി എന്ത് ചെയ്യുന്നു വെച്ചാൽ നേരെ പോയി TV ഓൺ ചെയ്യുവാണേ. ചന്ദ്ര ഇപ്പം നോക്കുന്നുണ്ട്, ഇവളെന്താ ഈ കാണിക്കുന്നേ? TV ഓൺ ചെയ്യുമ്പോഴേക്കും TV-യിൽ നമ്മുടെ വർഷ ഡബ് ചെയ്ത സീരിയലിലെ പ്രസവ സീനില്ലേ, അതായിരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത്. രേവതിയാണെങ്കിൽ ആ സീൻ കണ്ട് ഇങ്ങനെ നെട്ടി നിൽക്കുവാണേ. അപ്പോഴേക്കും ചന്ദ്ര ആലോചിക്കും, ഇവളെന്താ ഞാൻ പണി ചെയ്യാൻ പറഞ്ഞിട്ട് ഇവിടെ വന്നിരുന്ന് TV കണ്ടുകൊണ്ടിരിക്കുന്നത്? എടി രേവതി, നീ എന്താ ഈ കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അമ്മയല്ലേ എന്നോട് TV വെക്കാൻ പറഞ്ഞെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ചന്ദ്ര പറയും, TV അല്ല, എനിക്കൊരു ടീ ഉണ്ടാക്കി കൊണ്ടുവരാനാ പറഞ്ഞെന്ന് പറയുവാണേ. നിനക്കെന്താ ചെവി കേട്ടുകൂടി, ചെവിയൊക്കെ പോയോ എന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ഇല്ല, ഞാൻ TV എന്നാ കേട്ടേന്നൊക്കെ പറയുവാണേ. നീ ഏത് ലോകത്തിലാടി? മനഃപൂർവ്വം ഞാൻ പറയുന്ന പണികളൊന്നും ചെയ്യാതിരിക്കാനാണോ ഇങ്ങനെ കള്ളങ്ങളൊക്കെ പറയുന്നതെന്ന് ചന്ദ്ര ചോദിക്കുന്നുണ്ട്. മര്യാദക്ക് പോയി എനിക്ക് എളുപ്പം ഒരു ചായ എടുത്തോണ്ട് വാ എന്ന് പറഞ്ഞ് രേവതിയെ വിടുവാണേ. പക്ഷേ ചന്ദ്ര ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എന്തു പറ്റി ഇവൾക്ക്, ഇവളെന്താ ഇങ്ങനെയൊക്കെ നടക്കുന്നതെന്ന് ചിന്തിക്കുന്നുണ്ട്. അത് കഴിയുമ്പോഴേക്കും അടുക്കളയിൽ ഇങ്ങനെ രേവതി ചായ വെച്ചുകൊണ്ടിരിക്കുവാണ്. ചായ അവിടെ സ്റ്റൗവിൽ വെക്കുമ്പോഴും രേവതി വീണ്ടും അതേപ്പറ്റി തന്നെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുവാണേ. പാലൊക്കെ പാത്രത്തിൻ്റെ ഇങ്ങനെ പൊങ്ങി പോകുവാണ്. ഈ ടൈമിലാണ് ശ്രുതിയും കൂടി കടന്നു വരുന്നത്, വീട്ടിലോട്ട് വരുന്നത്. ഭയങ്കര സന്തോഷത്തിലാണ് രണ്ടുപേരും. കയ്യിലൊരു സ്വീറ്റ് ബോക്സൊക്കെ ഉണ്ട്. ശ്രുതി പറയുന്നുണ്ട്, ഇന്ന് എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ദിവസമാണ് ശ്രുതി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വീട്ടിലോട്ട് കയറിയിട്ട് അമ്മയൊക്കെ വിളിക്കുന്നുണ്ട് ശ്രുതി. അമ്മ വരുമ്പോഴേക്കും ചന്ദ്ര വരുവാണ്. ചന്ദ്ര വന്ന് നോക്കുമ്പോഴേക്കും ഇവരുടെ മുഖത്ത് ഭയങ്കര സന്തോഷം. അപ്പോഴേക്കും ചന്ദ്ര ചോദിക്കും, എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയും, അതൊക്കെയുണ്ട് അമ്മ, അതിനു മുമ്പ് ഈ മധുരം എടുക്കുമെന്ന് പറയുവാണ്. അപ്പോൾ ചന്ദ്ര പറയും,
രണ്ടുപേരുടെ മുഖത്തും നല്ല സന്തോഷമുണ്ടല്ലോ, എന്തോ നല്ല കാര്യം പറയാനാണ് ഇതൊക്കെ എന്ന് തോന്നുന്നു എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും, അതൊക്കെ ഞാൻ പറയാമേ, ഇത് കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് സ്വീറ്റ്സ് ചന്ദ്രയുടെ വായിലിട്ട് കൊടുക്കുവാണേ. അപ്പോഴേക്കും ചന്ദ്ര അത് കഴിച്ചിട്ട് ശ്രുതിനെ നോക്കി പറയുന്നുണ്ട്, എന്താ മോളെ ശ്രുതി, നിൻ്റെ മുഖത്ത് നല്ല സന്തോഷമുണ്ടല്ലോ, നിനക്ക് വിശേഷം വല്ലതും എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയും, ആൻറ്റി വെറുതെ അതിനെപ്പറ്റി തന്നെ ഇങ്ങനെ ഓർത്തോണ്ടിരിക്കല്ലേ, ഇതൊന്നും അല്ല എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും, അതല്ലേ പിന്നെന്താ അതിനേക്കാളും വലിയ സന്തോഷം എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അമ്മേ ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് എൻ്റെ കടയിൽ നിന്നും 15 TV സെയിലായി, ഒരു കോർപ്പറേറ്റ് കമ്പനി മേടിച്ചുകൊണ്ടും പോയി എന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്ര പറയും, ഓ ഇതാണോ സന്തോഷമുള്ള കാര്യം. ശ്രുതി പറയും, പിന്നെ സന്തോഷമില്ലാതെ ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് എത്ര രൂപയുടെ ലാഭമാണ് ഉണ്ടായെന്ന് അറിയുമെന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയും, നീ വീണ്ടും പഴയതുപോലെ തന്നെ ഏതെങ്കിലും ഫ്രോഡുകളുടെ കയ്യിൽ സാധനങ്ങൾ കൊടുത്ത് പറ്റിക്കപ്പെടാനാണോ ശ്രുതി എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഇല്ല ആൻറ്റി, ഞാൻ നല്ലോണം ചെക്ക് ചെയ്തു, ഇതൊക്കെ നല്ല കമ്പനിയാണ്, അതുകൊണ്ട് തന്നെയാണ് സെയിലും നടത്തിയത്. ഇതുപോലെ തന്നെ ശ്രുതി മാസത്തിൽ സെയിൽ ചെയ്യുവാണെങ്കിൽ ശ്രുതി ഇത്രയും പെട്ടെന്ന് വലിയൊരു ബിസിനസ് മാൻ ആകും എന്നൊക്കെ പറയുന്നുണ്ട് ശ്രുതി. അപ്പോഴേക്കും ശ്രുതി പറയുവാണേ, ഇതുപോലൊരു രണ്ട് ഓർഡർ എനിക്ക് കിട്ടിയാൽ മതി അമ്മേ, എന്ത് ലാഭമായിരിക്കും, ഞാൻ അങ്ങനെ വലിയൊരു ബിസിനസ്മാൻ ആവും, അമ്മയുടെ സ്വപ്നങ്ങളൊക്കെ പൂവണിയും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര പറയും, അതൊക്കെ ശരി, നല്ല കാര്യം, പക്ഷേ ഈ വീട്ടിൽ എപ്പോഴാണ് ഒരു കൊച്ചിനെ എനിക്ക് കാണാൻ പറ്റുക, നിങ്ങളുടെ സന്തോഷം കണ്ടപ്പോൾ ഞാൻ ഓർത്തു ശ്രുതി ഗർഭിണിയാണെന്ന്, അങ്ങനെ ഒരു വാർത്ത കേട്ടാൽ എനിക്കതൊരു സന്തോഷ വാർത്തയായിട്ട് വീട്ടിൽ ആഘോഷിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ ചന്ദ്ര പറയുവാണേ. അതൊക്കെ നടക്കും അമ്മേ, ബിസിനസ്സിൽ ഞാൻ മുന്നേറുന്ന പോലെ തന്നെ അമ്മയുടെ ഈ ആഗ്രഹം എത്രയും പെട്ടെന്ന് നടക്കും എന്ന് പറയുന്നുണ്ടേ ശ്രുതി. അപ്പോഴേക്കും ചന്ദ്ര പറയും, നിങ്ങളിങ്ങനെ നടന്നാൽ എങ്ങനെ നടക്കാനാ. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അതൊക്കെ നടക്കും, ഇപ്പം എൻ്റെ ജീവിതത്തിൽ എല്ലാം നല്ലതാണ് നടക്കുന്നത്, അതിന് കാരണം എന്താണെന്നറിയോ, ആ ജോത്സ്യം പറഞ്ഞതുപോലെ സെയിം കളർ ഡ്രസ്സ് ഓരോരോ ദിവസം ഇടുന്നത് കൊണ്ടാന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്ര ഇങ്ങനെ ശ്രുതിയെ നോക്കുന്നുണ്ടേ. ഇനി ഇതെൻ്റെ സമയം അമ്മയെന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഭയങ്കരമായിട്ട് സന്തോഷിക്കുവാണേ. രേവതി ഈ ടൈമിൽ ചന്ദ്രക്കുള്ള ചായ ആയിട്ട് വരുവാണേ. ശ്രുതിയെ കാണുന്നതും രേവതി അവിടെ തന്നെ നിന്നിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. അപ്പോഴേക്കും ചന്ദ്ര പറയും, നീ എന്താടി അവിടെ തന്നെ നിൽക്കുന്നത്, ഇങ്ങോട്ട് കൊണ്ടുപോവാ ചായ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രേവതി ഇങ്ങനെ പയ്യെ നടന്ന് അവിടുത്തെ ടീപ്പോയിൽ ഈ ചായ വെച്ചിട്ട് പോകാൻ പോകുമ്പോഴേക്കും ശ്രുതി വന്നിട്ട്, രേവതി ഒന്ന് നിന്നേ, ഇന്ന് സ്വീറ്റ്സ് എടുക്കുക എന്നൊക്കെ പറഞ്ഞ് ബോക്സ് നീട്ടി നിൽക്കുവാണേ. അപ്പോഴേക്കും രേവതി സ്വീറ്റ്സ് എടുക്കാതെ ശ്രുതിയുടെ മുഖത്ത് തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ശ്രുതി ചോദിക്കും, എന്താ രേവതി, എന്താ ഇങ്ങനെ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്, സ്വീറ്റ്സ് എടുക്ക്, ഇന്ന് ഞങ്ങളുടെ കടയിൽ നല്ല സെയിൽ നടന്നു, അതിനുള്ള ട്രീറ്റാണ്, എടുത്തു രേവതി എന്നൊക്കെ പറയുമ്പോഴേക്കും രേവതി ഒരു സ്വീറ്റ്സ് എടുത്ത് കൈ പിടിച്ചിട്ട് തിരിഞ്ഞ് നടക്കുവാണ്. അങ്ങനെ ഇവർ മുറിയിലോട്ട് പോകാൻ പോകുമ്പോഴേക്കും ചന്ദ്ര അവിടെ വെച്ച ചായ എടുത്ത് കുടിച്ചിട്ട് ഒരു തുപ്പൽ അങ്ങോട്ട് തുപ്പുവാണ്. എടി രേവതി എന്ന് പറഞ്ഞ് ഒച്ച എടുക്കുന്നുണ്ട്. അപ്പോഴേക്കും രേവതി, എന്താ അമ്മയെന്ന് ചോദിക്കുന്നുണ്ട്. ഇതെന്ത് ചായ ആടി, ഞാൻ ചായയല്ലേ നിന്നോട് എടുത്തോണ്ട് വരാൻ പറഞ്ഞത്, ഇതെന്താ കോഫിയാണോ എന്നൊക്കെ ചോദിക്കുവാണ്. അപ്പോഴേക്കും രേവതി പറയും, ഇല്ലമ്മേ ഞാൻ ചായ ഉണ്ടാക്കിയെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ചന്ദ്ര പറയും, ഓ അപ്പോൾ നീ എൻ്റെ വായനെ കുറ്റം പറയുവാണോ, എനിക്കെന്താ ചായയും കോഫിയൊന്നും കണ്ടാൽ തിരിച്ചറിയാൻ പറ്റില്ലേ, ശ്രുതി നീ ഇങ്ങോട്ടേക്ക് വന്ന് ഇതൊന്ന് കുടിച്ചു നോക്കിയിട്ട് ചായയാണോ കാപ്പിയാണോ എന്ന് പറഞ്ഞെന്ന് പറയുമ്പോഴേക്കും ശ്രുതി കുടിച്ചു നോക്കാൻ വരുമ്പോഴേക്കും ശ്രുതി തടയുവേ, ശ്രുതി നീ ഇതെങ്ങോട്ട് പോവാ, അത് അമ്മ കുടിച്ചതല്ലേ, അതിപ്പോൾ എച്ചിലായി, ഒരാൾ കുടിച്ചത് വേറൊരാൾ കുടിക്കാൻ പാടില്ല. അപ്പോഴേക്കും ചന്ദ്ര പറയും, നീ എന്താടാ ശ്രുതി ഇങ്ങനെയൊക്കെ പറയുന്നത്, ഞാൻ കുടിച്ചാൽ എന്താ പ്രശ്നം, അല്ലമ്മേ നമ്മൾ വൃത്തി നോക്കണ്ടേന്നൊക്കെ പറയുവാണേ. ചന്ദ്രക്ക് അത് പിടിക്കുന്നില്ല. ചന്ദ്ര പറയുന്നുണ്ട്, ചെറുപ്പത്തിൽ ബണ്ണി കിടക്കുന്ന പുഴുവിനെ വേസ്റ്റൊക്കെ എടുത്ത് തിന്ന് നടന്നവനാ ഇപ്പോൾ വൃത്തിനെ പറ്റി സംസാരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ശ്രുതിയെ ചീത്ത പറയുന്നുണ്ട്. ശ്രുതിക്ക് ശ്രുതിയാ പറഞ്ഞത് പിടിച്ചൊന്നുമില്ല, കാരണം അമ്മ കുടിച്ച ചായ താൻ കുടിച്ചാൽ എന്താണെന്ന് ശ്രുതിയും ചോദിക്കുന്നുണ്ട്. ശ്രുതി പറയും, നിക്കമ്മേ ഞാൻ വന്ന് കുടിച്ചു നോക്കിയിട്ട് പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രയുടെ കയ്യിൽ നിന്ന് ആ ഗ്ലാസ് മേടിച്ച് കുടിച്ചു നോക്കുവാണേ. എന്നിട്ട് പറയുന്നുണ്ട്, ശരിയാ രേവതി ഇത് കോഫിയാന്ന് പറയുവാണേ. സോറി അമ്മേ, ഞാൻ എന്തോ ഓർത്തിട്ട് അറിയാതെ ചെയ്തതാന്ന് രേവതി പറയുമ്പോഴേക്കും ചന്ദ്ര പറയും, എന്തോർക്കാൻ, നിൻ്റെ ഓർമ്മയ്ക്ക് എവിടെ പോയടി, വന്നപ്പോൾ തൊട്ട് ഞാൻ ചായ ചോദിച്ചപ്പോൾ നീ TV വെക്കുന്നു, ഇപ്പോൾ വീണ്ടും ചായ ചോദിച്ചപ്പോൾ കോഫി എടുത്തുകൊണ്ട് വരുന്നു എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറയുവാണേ. ഞാൻ വേണമെങ്കിൽ പോയി ഒരു ചായയും കൂടി ഇട്ടുകൊണ്ട് വരാമെന്ന് പറയുമ്പോൾ ചന്ദ്ര പറയും, ഓ എനിക്കിനി ഒന്നും വേണ്ട എന്ന് പറയുവാണേ. രേവതിയാണെങ്കിൽ ഇങ്ങനെ ശ്രുതിയെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴേക്കും ചന്ദ്ര ചോദിക്കുന്നുണ്ട്, നീ എന്താടി ഇങ്ങനെ മന്ത്രിച്ചു വെച്ച ബൊമ്മേനെ പോലെ തന്നെ നിന്നുകൊണ്ടിരിക്കുന്നത്, നീ അങ്ങോട്ടേക്ക് ചെന്നേന്നൊക്കെ പറഞ്ഞ് രേവതിയെ പറഞ്ഞു വിടുന്നുണ്ട്. അപ്പോൾ ശ്രുതി വന്ന് ചോദിക്കുന്നുണ്ട്, ഇനി വല്ല ഭൂതോ പ്രേതോ വല്ലതും രേവതിയുടെ ശരീരത്തിൽ കൂടിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര പറയും, ഇതിൽ കൂടുതൽ ഏത് ബാധ അവളുടെ ശരീരത്തിൽ കയറാനാ, അവൾ തന്നെ ഒരു ബാധയല്ലേ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ചീത്ത പറയുവാണേ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് വർഷയും ശ്രീകാന്തും ജോലി കഴിഞ്ഞ് വന്നിട്ട് രേവതി ചേച്ചി എന്ന് ഭയങ്കര സന്തോഷത്തിൽ വരുവാണ്. അപ്പോൾ
രേവതി വരുന്നുണ്ട്. എന്താ ശ്രീകാന്തേ, എന്താ വർഷ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, രേവതി ചേച്ചി എന്താളാ, എല്ലാ കാര്യങ്ങളും എന്നെ വിളിച്ച് ഫോണിൽ പറയാറുള്ളതല്ലേ, ഈ കാര്യം മാത്രം എന്താ എന്നോട് പറയാത്തതെന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി ചോദിക്കുന്നുണ്ട്, എന്ത് കാര്യം, ഞാൻ എന്ത് വിളിച്ച് പറഞ്ഞില്ലെന്നാ വർഷ പറയുന്നേ. പിന്നെ ഇത്രയും നല്ലൊരു കാര്യം നടന്നിട്ട് എന്നെ വിളിച്ച് പറഞ്ഞില്ലല്ലോ. അപ്പോഴേക്കും രവീന്ദ്രനൊക്കെ വരുന്നുണ്ട്. എന്താടാ ശ്രീകാന്ത്, എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, അച്ഛനൊന്നും അറിഞ്ഞില്ലേ, സച്ചിയേട്ടൻ എന്തു വലിയ കാര്യമാണ് ചെയ്തിരിക്കുന്നതെന്ന് അറിയുമോ എന്നൊക്കെ ചോദിക്കുവാണ്. അപ്പോൾ ചന്ദ്രയും ശ്രുതിയും കൂടി വരുന്നുണ്ട്. അവരെ അറിയാലോ, സച്ചി എന്തെങ്കിലും നല്ല കാര്യം ചെയ്തു എന്ന് പറയുമ്പോഴേക്കും അവരതിനെ പുച്ഛിച്ച് കാണുവാണേ. അവൻ എന്ത് നല്ല കാര്യം ചെയ്യാൻ, എന്തെങ്കിലും പ്രശ്നത്തിൽ ചെന്ന് ചാടിയിട്ടുണ്ടാവും, അല്ലാതെ എന്ത് ചെയ്യാൻ അവൻ എന്നൊക്കെ പറഞ്ഞ് പുച്ഛിക്കുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, ചന്ദ്രേ, കാര്യം എന്താന്ന് പോലും അറിഞ്ഞിട്ടില്ല, അതിനു മുമ്പ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തിനാ ശ്രീകാന്ത്, എന്താടാ കാര്യം, സച്ചി എന്താ ചെയ്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് രവീന്ദ്രൻ. അച്ഛാ, സച്ചിയേട്ടനാ ഇപ്പോൾ ട്രെൻഡിങ്, നിങ്ങൾ ഇതൊന്നും അറിഞ്ഞില്ലേ? അപ്പോൾ രവീന്ദ്രൻ പറയും, ഇല്ലടാ, എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോഴും അച്ഛാ, സച്ചിയേട്ടൻ എന്ന് പറഞ്ഞ് വായെടുക്കുമ്പോഴേക്കും സച്ചി കഴുത്തിൽ വലിയൊരു പൂമാലയൊക്കെ ഇട്ട് ചന്ദ്രോദയത്തിലോട്ട് കയറി വരുവാണേ. സച്ചിയുടെ വേഷം കാണുമ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ നെട്ടി നിൽക്കുവാണ്. രവീന്ദ്രൻ ചോദിക്കും, ഇതെന്താടാ സച്ചി കഴുത്തിൽ മാലയൊക്കെ ഇട്ടിട്ട്? അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, കടയിൽ കച്ചവടമായില്ല എന്ന് പറഞ്ഞ് ഇവൻ്റെ കഴുത്തിലെടുത്ത് ആരെങ്കിലും ഇട്ട് കൊടുത്തതായിരിക്കും എന്നൊക്കെ പറയുവാണേ. അപ്പോഴേക്കും സച്ചി പറയും, കടയിലൊക്കെ നല്ലോണം കച്ചവടം നടക്കുന്നുണ്ട്, ഇത് എന്തിനാന്ന് നിങ്ങൾ അറിഞ്ഞ് ഞെട്ടിപ്പോവും. രേവതി, ആദ്യം ഈ സ്വീറ്റ്സ് എടുത്ത് കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കയ്യിലുള്ള ബോക്സിൽ നിന്ന് സ്വീറ്റ്സ് ഒക്കെ എടുത്ത് കൊടുക്കുവാണേ. രവീന്ദ്രനും കൊടുക്കുന്നുണ്ട്. രവീന്ദ്രൻ എടുക്കാതിരിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അച്ഛൻ ഇതെടുത്തോ, ഷുഗർ ഉള്ളവർക്കും കഴിക്കാൻ പറ്റുന്ന മധുരമാണ്, കഴിക്ക്, ഇന്നൊരു നല്ല ദിവസമാണ്. കാര്യം എന്താണെന്ന് ഞാനിപ്പോൾ പറയാം, ശ്രീകാന്ത് ഈ സ്വീറ്റ്സ് എല്ലാവർക്കും കൊടുക്കുമെന്ന് പറയുവാണേ. അപ്പോഴേക്കും വർഷ പറയും, കാര്യം എന്താണെന്ന് ഞങ്ങൾക്കറിയാമെന്ന് പറയുവാണേ. അപ്പോൾ സച്ചി പറയും, നിങ്ങൾക്കറിയാമെന്നോ, നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടായിരുന്നു, സച്ചിയേട്ടനല്ലേ ഇപ്പോൾ ട്രെൻഡിങ്ങും വൈറലും എന്നൊക്കെ പറയുവാണേ. അപ്പോഴേക്കും സച്ചി പറയും, അപ്പോഴേക്കും ഫോണിലും വന്നു, ഇപ്പോഴത്തെ കാലം എന്ത് നടന്നാലും അപ്പം തന്നെ ഫോണിലോട്ട് ഇടുക, എന്തായാലും നിങ്ങൾ അറിഞ്ഞല്ലേ ആ കാര്യം. രവീന്ദ്രൻ പറയും, എന്താടാ ഞങ്ങളോടും കൂടി പറ എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും, ശ്രീകാന്തേ, ഞാൻ പറയാം അച്ഛാ, ഇന്ന് രാവിലെ ഞാനൊരു ട്രിപ്പ് എടുത്തായിരുന്നു. രേവതി, ഞാൻ നിന്നോട് പറഞ്ഞായിരുന്നില്ലേ രാവിലെ എനിക്കൊരു പ്രസവത്തിൻ്റെ കേസ് വന്നായിരുന്നു എന്ന്. അപ്പോഴേക്കും ശ്രുതി കളിയാക്കുന്നുണ്ട്, പ്രസവത്തിൻ്റെ കേസ് എടുക്കാൻ ഇവൻ ആരും ഡോക്ടറോ? അപ്പോഴേക്കും സച്ചി പറയും, നല്ല തമാശ, എനിക്ക് ചിരിയൊന്നും വന്നില്ല. അച്ഛാ, ഇന്ന് എന്താ നടന്നെന്നറിയോ? അവരെയും കൂട്ടി ഞാൻ ഹോസ്പിറ്റലിലോട്ട് പോണ വഴിക്ക് എൻ്റെ കാറിൽ ഒരു കുഞ്ഞ് ജനിച്ചു എന്ന് പറയുവാണേ. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, നിങ്ങളെന്താ മര്യാദക്ക് കാർ ഓടിച്ചില്ലേ, പോണ വഴിക്ക് കുഞ്ഞ് കാറിൽ തന്നെ പ്രസവിക്കാൻ വേണ്ടി? അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഇവൻ മര്യാദക്ക് ഓടിച്ചു കാണില്ല, ഇനി ഇത് വലിയ പോലീസ് കേസൊക്കെ ആവും, ഇതാണോടാ നല്ല കാര്യം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും സച്ചി പറയും, എങ്ങനെ രണ്ടുപേരും ഒരേപോലെ പറയുന്നു? അച്ഛാ, പോണ വഴിക്ക് തന്നെ അവർക്ക് വേദന കൂടിയിട്ട് ഹോസ്പിറ്റലിലോട്ട് എത്താൻ ഇനിയും സമയമുണ്ടായിരുന്നു, ഹോസ്പിറ്റൽ വരെയൊന്നും ആ വേദന വെച്ച് എത്താനൊന്നും പോണില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോഴേക്കും എന്ത് ചെയ്യുന്നു വെച്ചാൽ, അടുത്തുള്ള മാർക്കറ്റിൽ കൊണ്ടുപോയി ഞാൻ കാറ് നിർത്തി അവിടെ 2-3 ചേച്ചിമാരെ വിളിച്ചു എന്നൊക്കെ പറയുവാണ്. അപ്പോൾ ചന്ദ്ര പറയും, പ്രസവിക്കാറായ പെണ്ണിനെയും കൊണ്ട് നീ മാർക്കറ്റിൽ പോയോ? എന്തിനാടാ സച്ചി നേരെ സ്പീഡിൽ ഹോസ്പിറ്റലിലോട്ട് വിടാനുള്ളതിനെ മാർക്കറ്റിലോട്ട് പോയിന്ന്? ഞാൻ അങ്ങനെ മാർക്കറ്റിലോട്ട് പോയത് കൊണ്ട് അവർ ജീവിതത്തിലോട്ട് തിരിച്ചു വന്നായിരുന്നു, ഹോസ്പിറ്റലിലോട്ട് പോയിരുന്നെങ്കിൽ എനിക്ക് ഓർക്കാനും കൂടി വയ്യച്ച. മാർക്കറ്റിൽ എനിക്ക് അറിയാവുന്ന 2-3 ചേച്ചിമാരുണ്ടായിരുന്നു, അവരൊക്കെ വന്ന് എൻ്റെ കാറിന് ചുറ്റും ഒരു തുണിയൊക്കെ കെട്ടി ചൂടുവെള്ളമൊക്കെ കൊണ്ടുവന്നു എന്നൊക്കെ പറയുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, കേൾക്കുമ്പോൾ തന്നെ എൻ്റെ ഹാർട്ട് ബീറ്റൊക്കെ കൂടി വരുന്നു. എന്നിട്ട് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, എന്നിട്ട് എന്ത് പറ്റാൻ, കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും കാറിൻ്റെ ഉള്ളിൽ നിന്നൊരു കൊച്ചിൻ്റെ ശബ്ദം ഈ സിനിമയിലൊക്കെ കേൾക്കുന്ന പോലെ എന്നൊക്കെ പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയും, കേൾക്കുമ്പോൾ തന്നെ എന്താ സന്തോഷം. ആച്ചാ, എനിക്കും അത് തന്നെ, ഒരു പെൺകുട്ടി അച്ഛാ, അത്രക്ക് സന്തോഷമായി എന്നൊക്കെ പറയുവാണേ. അപ്പോഴേക്കും ഇതൊക്കെ പറയുമ്പോൾ രേവതി നമ്മുടെ ശ്രുതിയുടെ മുഖത്തോട്ട് തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. പ്രസവം കുഞ്ഞ് എന്നൊക്കെ പറയുമ്പോഴേക്കും, അച്ഛാ, അവർ പറഞ്ഞു ആ കുഞ്ഞിനെ ഞാൻ വേണം ആദ്യമായിട്ട് എടുക്കാമെന്ന്. എന്നിട്ട് ആ കുഞ്ഞിനെ എൻ്റെ കയ്യിൽ വെച്ച് തന്നപ്പോഴേക്കും അച്ഛാ, ആ കുഞ്ഞാണെങ്കിൽ പതിയെ കണ്ണ് തുറന്ന് എൻ്റെ മുഖത്തോട്ട് നോക്കി, എനിക്ക് എന്ത് സന്തോഷമായെന്നറിയോ രേവതി, ആ കൊച്ചിനെ ഞാൻ എടുത്തപ്പോൾ എങ്ങനെയായിരുന്നെന്നോ, നീ കെട്ടുന്ന പൂ പോലെ, നല്ല പഞ്ഞി പോലെ രേവതി എന്നൊക്കെ പറയുവാണ്. അപ്പോഴേക്കും ശ്രുതിക്ക് ഇത് കേൾക്കുമ്പോഴേക്കും തൻ്റെ മോനെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ വരുവാണ്. ശ്രുതിയുടെ കണ്ണൊക്കെ നിറയുവാണേ. ഇതാണ് അങ്കിൾ ഞങ്ങളും പറയാൻ പോയത്, സച്ചേട്ടൻ ചെയ്ത ഈ കാര്യം ആരോ ഫോണിലൊക്കെ പിടിച്ച് സോഷ്യൽ മീഡിയയിൽ ഇട്ട് ഇപ്പോൾ സച്ചിയേട്ടനാ വൈറലായിരിക്കുന്നേ. അപ്പോൾ രവീന്ദ്രൻ പറയും, മോനെ സച്ചി, നീ നല്ല കാര്യമാണ് ചെയ്തിരിക്കുന്നത്, ഈ അച്ഛൻ ഒരുപാട് സന്തോഷമായി എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതിക്ക് അത് പിടിക്കില്ലേ. ശ്രുതി പറയുന്നുണ്ട്, എടാ സച്ചി, ആ പ്രസവിക്കാറായ പെണ്ണിനെയും കൊണ്ട് നീ എന്തിനാടെ മാർക്കറ്റിൽ പോയത്, ഹോസ്പിറ്റലിലോട്ട് പോയിക്കൂടെ, അവർക്ക് എന്തെങ്കിലും ജീവന വല്ല ആപത്തും സംഭവിച്ചിരുന്നെങ്കിലോ, നിന്നെ പോലീസ് വന്ന് പൊക്കിക്കൊണ്ട് പോയാനേ എന്നൊക്കെ പറയുവാണേ.
നിന്റെ വായിന്ന് നല്ലതൊന്നും വരില്ലടാ എന്ന് സുധീനോട് സച്ചി ചോദിക്കുവാണേ. വർഷ ചൂടാവുന്നുണ്ട്. സച്ചിയേട്ടൻ എത്രയോ നല്ലൊരു കാര്യം ചെയ്ത് വന്നിട്ട് അതിനെ പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും ഇങ്ങനെയൊന്നും പറയാതിരുന്നൂടെ എന്നൊക്കെ സുധീനോട് ചോദിക്കുന്നുണ്ടേ. അപ്പോഴേക്കും ശ്രീകാന്ത് പറയും, സുധിയേട്ടൻ്റെ വായിന്ന് എപ്പോഴും നെഗറ്റീവേ വരുള്ളൂ, പോസിറ്റീവായിട്ടൊരു കാര്യം പോലും വരില്ല എന്ന് പറയുന്നുണ്ട്. രവീന്ദ്രൻ പറയും, എനിക്ക് ഒരുപാട് അഭിമാനമായി മോനെ സച്ചി നിൻ്റെ ഈ വാർത്ത കേട്ടിട്ട്. ഒരമ്മയെയും കുഞ്ഞിനെയും ഒരേ സമയമാണ് നീ രക്ഷിച്ചിരിക്കുന്നതെന്നൊക്കെ രവീന്ദ്രൻ പറയുന്നുണ്ട്. ചന്ദ്ര പറയുന്നുണ്ട്, റോട്ടിലും നാട്ടിലും കാറിലും വരെ നല്ല കാര്യങ്ങൾ നടക്കുന്നു, ഈ വീട്ടിൽ മാത്രം ഒരു നല്ല വാർത്ത കേൾക്കാൻ പറ്റുന്നില്ലല്ലോ, എപ്പോഴാണ് ഇവിടെ ഒരു കുഞ്ഞിനെ കാണാൻ എനിക്ക് സാധിക്കുക എന്ന് പറയുമ്പോഴേക്ക് രവീന്ദ്രൻ പറയുന്നുണ്ട്, നീ വിഷമിക്കാതെ ചന്ദ്രേ, നമ്മുടെ വീട്ടിലും ഉടനെ തന്നെ ഒരു കുഞ്ഞ് വരിക തന്നെ ചെയ്യും, നിന്റെ 3 മക്കളിൽ ആരെങ്കിലുമൊക്കെ ഒരാൾ ഉടനെ തന്നെ ആ വാർത്ത നിന്നെ കേൾപ്പിക്കുമെന്നൊക്കെ പറഞ്ഞ് ചന്ദ്രയെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഈ സമയം നമ്മുടെ രേവതി ശ്രുതിയെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. അപ്പോഴേക്കും രേവതി ഇങ്ങനെ അടുക്കളയിലോട്ട് നടന്നുകൊണ്ടും പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അപ്പോഴേക്കും വർഷ പറയും, രേവതി ചേച്ചി കൺഗ്രാറ്റ്സ്, ഏതായാലും ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി, ഈ സന്തോഷ വാർത്ത എത്തിച്ചത് സച്ചിയേട്ടൻ ആയതുകൊണ്ട് തന്നെ ആദ്യത്തെ കുട്ടി നിങ്ങൾക്ക് തന്നെ ഉണ്ടാവട്ടെ എന്ന് പറയുവാണ്. അപ്പോഴേക്കും ചന്ദ്ര പറയും, ആദ്യത്തെ കുട്ടി അവക്കോ, കേട്ടില്ല ശ്രുതി, ആദ്യത്തെ കുട്ടി അവരാണെന്ന്, മൊറാന്ന് പറഞ്ഞ ഒന്നുണ്ട്, ആദ്യത്തെ മരുമകൾ മൂത്ത മരുമകൾ നീയാ, നീ വേണം ആദ്യത്തെ കുട്ടിയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ എന്നൊക്കെ പറയുമ്പോഴേക്കും രേവതി തൻ്റെ കയ്യിലുള്ള പാത്രമൊക്കെ താഴെ ഇട്ടിട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കുവാണ്. രേവതിയുടെ മാറ്റം കണ്ട് എല്ലാവരും മന്ദം വിട്ട് നിൽക്കുവാണ്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചെമ്പനീർ പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. എല്ലാവർക്കും നന്ദി.